അടുത്ത് വായിച്ചൊരു കാര്യം, ഇപ്പൊ അന്റാർട്ടിക്കയിൽ 79 കിലോമീറ്റർ വരെ നീളത്തിൽ ഐസ് ഷീറ്റുകൾ ഉണ്ട് അത്രേ. അതായത് ഐസിന്റെ പാളികൾ അവിടെ ഉണ്ട്. അതെങ്ങാനും സമ്പൂർണമായിട്ട് ഉരുകിക്കഴിഞ്ഞാൽ ഇന്നുള്ളതിനേക്കാൾ നമ്മുടെ ജലനിരപ്പ്, കടലിലുള്ള ജലനിരപ്പ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 60 മീറ്റർ ഉയരും എന്നുള്ളതാണ്. 60 മീറ്റർ ഉയരാൻ അത് കാരണമാകും. അതിൽ അവർ പഠനങ്ങൾ പറയുന്നത് 1992 മുതൽ 2017 വരെയുള്ള കാലയളവിൽ ആ ഐസിന്റെ ഉരുകലിന്റെ തോത് 3 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വർദ്ധിക്കാനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത് ആഗോളതാപനാണ്, ഗ്ലോബൽ വാർമിംഗ്. അതായത് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നെല്ലാം പഠിപ്പിക്കുന്ന ആ ആഗോളതാപനം കാരണമാണ് പ്രധാനമായിട്ട് അതിന്റെ തോത് വർദ്ധിക്കാനുള്ള കാരണം. അത് ഇനിയും മനുഷ്യൻ ആ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ 2050 നിരവധി കടലിനോട് ചേർന്ന് കിടക്കുന്ന നിരവധി മനുഷ്യന് വസിക്കുന്ന നിരവധി തീരദേശ പ്രദേശങ്ങൾ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ചില ദ്വീപുകൾ, അതേപോലെ തന്നെ ബംഗ്ലാദേശ് പോലെയുള്ള നിരവധി പ്രവിശ്യകളെല്ലാം അതെല്ലാം വെള്ളത്തിനടിയിലാകുമെന്നാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത്, പരിസ്ഥിതിവാദികൾ. അതേപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, ഭൂമിയിൽ ജീവിച്ച എത്രയോ ജീവജാലങ്ങൾ, 99% ജീവജാലങ്ങളും ഈ ഭൂമിയിൽ നിന്നും നാമാവശേഷമാകാൻ, എക്സ്റ്റിങ്ക്റ്റ് ആകാൻ, അതല്ലെങ്കിൽ അവ ഭൂമിയിൽ നിന്നും അവര് നശിച്ചു പോകാനുള്ള കാരണം പറയുന്നത് മനുഷ്യനാണ്. 99% ജീവജാലങ്ങളും ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകാനുള്ള കാരണം മനുഷ്യനാണെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്കറിയാം, ഓരോ ജീവികൾക്കും പ്രകൃതിയിൽ കൃത്യമായിട്ട് റോളുണ്ട്. ആ ജീവികൾ നശിക്കുന്നതോട് കൂടെ തന്നെ ആ പ്രകൃതിയുടെ ആ സന്തുലിതത്വമാണ് നശിക്കുന്നത്. അത് മനുഷ്യന്റെ പ്രവർത്തനം കാരണമാണ് തെറ്റിക്കപ്പെടുന്നത്. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ബാലൻസ് ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. മീസാൻ, സൂറത്തു റഹ്മാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം വളരെ ബാലൻസോട് കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യൻ ആ സ്വാതന്ത്ര്യം നൽകപ്പെട്ടതിനാൽ അവൻ ആ സ്വാതന്ത്ര്യത്തെ തെറ്റായിട്ട് ഉപയോഗിച്ചത് കൊണ്ടാണ് നിരവധി അക്രമങ്ങളും അനീതികളെല്ലാം ഇവിടെ അരങ്ങേറാനുള്ള കാരണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. സൂറത്തു റൂമിന്റെ 41-ാമത്തെ വചനത്തിൽ പ്രസിദ്ധമായിട്ടുള്ള വചനം, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മനുഷ്യന്റെ കൈകൾ പ്രവർത്തിച്ചത് കാരണം കടലിലും കരയിലും നിരവധി കുഴപ്പങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. കടലിനെ പോലും മനുഷ്യന് വിട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മറൈൻ പൊല്യൂഷൻ, അല്ലെങ്കിൽ ഓഷ്യൻ പൊല്യൂഷൻ, കടലിന്റെ മാലിന്യ ജലങ്ങൾ. നിരവധി പ്രദേശങ്ങളിൽ അവർ ഫാക്ടറികളിൽ നിന്നെല്ലാം വരുന്ന അഴുക്ക് ജലങ്ങളെല്ലാം കടലിലേക്ക് അവർ ഇടുകയാണ്. അതേപോലെ തന്നെ കുന്നുകൂടി കിടക്കുന്ന ടണ്ണ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കടലിലുള്ളത്. അത് കാരണത്താൽ നിരവധി കടൽ ജീവികൾ അപ്രത്യക്ഷമാകുന്ന, അവർ ചത്തൊടുങ്ങുന്ന, കൂട്ടമായിട്ട് ചത്തൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കടലിൽ പോലും നമ്മൾ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എത്ര സത്യമാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിനാസ്. അപ്പൊ പ്രകൃതിയുടെ ആ മനോഹരമായിട്ടുള്ള ആ സന്തുലിതത്വം അത് തെറ്റിക്കുന്നത് പോലും മനുഷ്യന്റെ പ്രവൃത്തിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പ്രകൃതിയിൽ മാത്രമല്ല, ഇപ്പൊ മനുഷ്യ സമൂഹത്തിൽ തന്നെ മനുഷ്യന്റെ അത്യാർത്തി കാരണം ഉണ്ടായിട്ടുള്ള പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ട ഇംബാലൻസുകൾ എത്രയാണ്. അതിനെല്ലാം ദൈവത്തെ പഠിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇപ്പം നിരവധി മനുഷ്യനുണ്ടാക്കിയ നിരവധി അനാവശ്യ യുദ്ധങ്ങൾ, അതേപോലെ തന്നെ ന്യൂക്ലിയർ ആയുധങ്ങളുടെ എല്ലാം വഴിവിട്ട ഉപയോഗങ്ങൾ കാരണം അതിന്റെ എല്ലാം അനന്തരഫലമായിട്ട് തലമുറകളോളം അനുഭവിക്കേണ്ടി വന്ന പ്രത്യാഘാതങ്ങൾ എത്രയാണ്. അതിനെല്ലാം ദൈവത്തെ എങ്ങനെ പഠിക്കുന്ന? മനുഷ്യൻ അവന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അവനുണ്ടാക്കിയ തിന്മകളാണ്. മനുഷ്യന്റെ കർമ്മങ്ങൾ അങ്ങനെയാണല്ലോ. നമ്മൾ മരണപ്പെടുന്ന നമുക്ക് എന്നെന്നും ജീവിച്ചിരിക്കാനുള്ള പ്രത്യാഘാതങ്ങൾ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഇവിടെ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പൊ മനുഷ്യൻ, നിരവധി ആളുകൾ ലോകത്ത് പട്ടിണികൾ അനുഭവിക്കുന്നുണ്ട്. ആ പട്ടിണി ചൂണ്ടിക്കാണിച്ച് ദൈവത്തെ പഠിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ മുഴുവൻ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്ക് ഉതകുന്ന രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിൽ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവര് തന്നെ പറയുന്ന കണക്ക് ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും ഓരോ ആളുകൾക്കും 3000 കലോറി ദിനേന ഭക്ഷിക്കാനുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് യഥാക്രമം അതിനെ അവർ വീതിച്ചില്ല. അതായത് ലോകത്തിന്റെ പുതിയ കണക്കുകൾ തന്നെ കാണിക്കുക, ലോകത്തുള്ള 90% ലോകത്തുള്ള സമ്പത്തും കൈയടക്കി വെച്ചിരിക്കുന്നത് ലോകത്തെ 1%, വെറും 1% വരുന്ന കോടീശ്വരന്മാരാണ്. അങ്ങനെയാണ് പറയാറുള്ളത്. അടുത്ത കാലത്ത് പുറത്തുവിട്ട കണക്കാണ്. ലോകത്തുള്ള 90% ലോകത്തിന്റെ സമ്പത്തും കൈയടക്കി വെച്ചിരിക്കുന്നത് വെറും 1% വരുന്ന കോടീശ്വരന്മാരുടെ കയ്യിലാണ്. അപ്പൊ അവര് കാരണം നേരാൻ വണ്ണം ആ സമ്പത്ത് നമ്മൾ വിനിയോഗിച്ചിരുന്നെങ്കിൽ ഈ പട്ടിണിയെല്ലാം നമുക്ക് തുടച്ചു നീക്കായിരുന്നു. പലപ്പോഴും മനുഷ്യന്റെ സ്വാർത്ഥതകളാണ് ഇതേ രൂപത്തിലുള്ള ഇംബാലൻസുകളെല്ലാം സൃഷ്ടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അങ്ങനെയാണല്ലോ, എനിക്ക് മാത്രം, എനിക്ക് എന്റേത്, ആ രൂപത്തിലുള്ള ഒരു സ്വാർത്ഥത
മനുഷ്യനിൽ ഇപ്പോ അടുത്ത കാലത്ത് വായിച്ചൊരു ഫലിതം ഓർക്കുന്നത്, ഒരു യുവാവായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഇപ്പൊ ഗവൺമെന്റ് ഒരു പദ്ധതി നടപ്പിലാക്കാൻ, അതായത് കൂടുതൽ കുട്ടികളൊന്നും വേണ്ട, അതായത് 2 കുട്ടികൾ മതി എന്നുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഗവൺമെന്റ് ഒരു യുവാവായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ പറഞ്ഞേക്കണം. അദ്ദേഹം ഒരു മുസ്ലിം പണ്ഡിതന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ കൺട്രോൾ ചെയ്യണം, അതായത് നിങ്ങൾക്ക് 2 കുട്ടികൾ മതി, ഇനി കൂടുതൽ കുട്ടികൾ വേണ്ടെന്ന് അദ്ദേഹം ഉപദേശിക്കാൻ. ആ സന്ദർഭത്തിൽ ആ പണ്ഡിതൻ അദ്ദേഹത്തോട് യുവാവിനോട് ചോദിച്ചു, മോൻ എത്ര വയസ്സായി? അദ്ദേഹം പറഞ്ഞു, എനിക്ക് 20 വയസ്സായി. അപ്പൊ പണ്ഡിതൻ ഉടനെ പറഞ്ഞു, സർക്കാർ ഈ പദ്ധതി ഒരു 20 വർഷം മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോവാണ്. അതേ രൂപത്തിലാണ്. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ ഒരു സ്വാർത്ഥത കാരണം അവനുണ്ടാക്കി വെച്ച നിരവധി അസന്തുലിതാവസ്ഥകൾ നമ്മൾ പ്രകൃതിയിൽ കാണുകയാണ്. അതിനെല്ലാം ദൈവത്തിനെ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കേണ്ടതുണ്ട്. പ്രസിദ്ധമായിട്ടൊരു കോട്ട് ഓർക്കുന്നത്, മനോഹരമായിട്ടൊരു ഒരു കോട്ട് പറയാറുണ്ട്. അതായത് ഭൂമിയിലുള്ള പട്ടിണിയെ സംബന്ധിച്ചും അക്രമത്തെ സംബന്ധിച്ചെല്ലാം ദൈവത്തോട് ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ ചോദിക്കാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല. കാരണം ആ ചോദ്യം ദൈവം എന്നോടെങ്ങാനും തിരിച്ചു ചോദിച്ചിരുന്നെങ്കിൽ എന്റെ കയ്യിൽ മറുപടി നൽകാനില്ല എന്നുള്ളത്. അപ്പൊ ഭൂമിയിൽ എന്തുകൊണ്ടാണ് പട്ടിണിയെന്ന് ദൈവത്തോട് അങ്ങോട്ട് ചോദിച്ചാൽ, ദൈവം ആ ചോദ്യം എന്നോടെങ്ങാനും തിരിച്ചു ചോദിച്ചാൽ എന്റെ കയ്യിൽ ഒരു മറുപടി ഇല്ല. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പ്രവർത്തനമാണ് ഇതേ രൂപത്തിലുള്ള നിരവധി പട്ടിണികൾക്ക് അല്ലെങ്കിൽ നിരവധി അസന്തുലിതാവസ്ഥകൾ പ്രകൃതിയിൽ സൃഷ്ടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം.